ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുന്നത്. ശ്രീ ആന്റണി രാജു, താങ്കളുടെ ആദ്യ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു, ഗൗരവമായി തന്നെ എടുക്കണം. അതിനുമപ്പുറത്തേക്ക് കോടതി പറയുകയാണ് ശ്രീ ആന്റണി രാജു, ഇനി മന്ത്രി കസേരയിൽ മാണി തുടർന്നാൽ അത് കോടതിക്ക് ആശങ്കയുണ്ട്, പൊതുജനങ്ങളുടെ പണമാണ്, എന്തിന് ഈ വിധത്തിൽ ധാർമ്മികത എന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിടുന്നു എന്ന് കോടതി പോലും പറയുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കോടതിക്ക് കാര്യങ്ങൾ എങ്ങനെ നിരീക്ഷിക്കാനാകും? ശ്രീ ആന്റണി രാജു, ഹൈക്കോടതിയുടെ പരാമർശം വളരെ ഗൗരവമായി കാണുന്നു. വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നതാണ്. പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ എന്ത് വേണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി യോഗം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ശ്രീ ആന്റണി രാജു, അത്ര സിമ്പിളായാണോ കാര്യങ്ങൾ കാണേണ്ടത്? ഞാൻ സിമ്പിളായിട്ടല്ലല്ലോ പറഞ്ഞത്, ഞാൻ സിമ്പിളായിട്ടില്ല, ഇതിനേക്കാൾ ഗൗരവമായിട്ട് ഞാൻ ഹൈക്കോടതിയുടെ പരാമർശം വളരെ ഗൗരവമാണെന്നും ആശങ്കയുള്ളതാണെന്നും ഈ വിധിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി യോഗം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സിമ്പിളായിട്ട് കാണുന്നത്? തീർച്ചയായും ശ്രീ ആന്റണി രാജു, പക്ഷെ അതിനപ്പുറം നിന്ന് കോടതി ചോദിക്കുകയാണ്, ഇനി ഈ മന്ത്രി കസേരയിൽ തുടരുന്നതിന് കോടതിക്ക് ആശങ്കയുണ്ട്, ജുഡീഷ്യറി ഇടപെടുകയാണ്. ഇവിടെ ഭരണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഭരണതലത്തിൽ നിന്ന് ജനങ്ങളെ നിയന്ത്രിക്കേണ്ടവർ, ജനങ്ങളെ നയിക്കേണ്ടവർ ഇത്തരത്തിൽ ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അവിടെ ജുഡീഷ്യറി അതിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കുകയാണ്, കോടതിക്ക് ആശങ്കയുണ്ടെന്ന്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, കോടതിയെ വിധി ഞങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുമെന്നാ പറഞ്ഞത്. കോടതിയുടെ നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും ഞങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ എടുത്ത് ചർച്ച ചെയ്യും. ഈ ഘട്ടങ്ങളിലെല്ലാം അത് തന്നെയാണ് സംഭവിച്ചത്. വിജിലൻസ് കോടതിയുടെ വിധി ഉണ്ടായപ്പോഴും മാണിക്കെതിരായ വിമർശനങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവത്തിനിടയിൽ തന്നെ ഹൈക്കോടതി ഈ കാര്യങ്ങൾ ആ വിധത്തിൽ തന്നെ നിരീക്ഷിക്കുന്നു. അതിന്റെ കൂടെയാണ് ഈ ഒരു നിരീക്ഷണവും വന്നത്. ഇന്ന് രാവിലെ പോലും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ പോലും ഒക്കെ തന്നെ ശ്രീ കെ എം മാണി എടുത്ത നിലപാട് രാജിവെക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. എന്തിനാണ് രാജി എന്ന് ഇന്ന് ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ചോദിച്ചപ്പോഴും അതിന്റെ സാഹചര്യം ഒരുങ്ങില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ രാജിവെക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്ത് ചർച്ചയാണ് നടക്കാനുള്ളത്? ശ്രീ ആന്റണി രാജു, വിധി വരുന്നതിന് മുമ്പേയുള്ള എല്ലാ പശ്ചാത്തലവും മാറി ഇന്നൊരു പുതിയ വിധി വന്നതോടെ ഒരു പുതിയ പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കില്ലേ? ആ പുതിയ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ആ വിധിയുടെ, അതായത് വിധി വരുന്നതിന് മുൻപുള്ള പശ്ചാത്തലം മാണി രാജിവെക്കേണ്ട അടിയന്തര സാഹചര്യം ഇല്ല എന്നാണ്. പക്ഷെ വിധി വന്നതിന് ശേഷമുള്ള പശ്ചാത്തലം അതല്ല എന്ന് തന്നെ. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. വിധി വരുന്നത് വരെയുള്ള കോടതി ഒരിക്കലും ഇതിനു മുമ്പ് തന്നെ രാജിക്കാര്യത്തെ കുറിച്ച് ഒരു കോടതിയും പരാമർശം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതി മന്ത്രിയുടെ രാജിക്കാര്യത്തെ കുറിച്ച് കൂടി പരാമർശിച്ച സാഹചര്യത്തിൽ ആ ഗൗരവം കൂടി ഉൾക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. വളരെ നന്ദി ശ്രീ ആന്റണി രാജു. ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാവുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്. രാവിലെ പ്രത്യേകിച്ച് മാണിയുടെ പ്രതികരണം രാജിവെക്കേണ്ടതില്ലല്ലോ, അങ്ങനെ ഒരു പശ്ചാത്തലമില്ലല്ലോ എന്നാണ്. പക്ഷെ ആ പശ്ചാത്തലമല്ല ഇപ്പോഴുള്ളത് എന്നും കോടതി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. രാജിവെക്കേണ്ടതാണ്, അല്ലെങ്കിൽ കോടതിക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തെ കൂടി ശ്രീ ആന്റണി രാജു വളരെ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം ഒരു പക്ഷേ ഇനി തീരുമാനിക്കും, ബാക്കി നടപടികൾ, മറ്റു നടപടികൾ തീരുമാനിക്കും എന്നുകൂടി പറയുമ്പോൾ ജുഡീഷ്യറി നിരീക്ഷിക്കുകയാണ്. കെ എം മാണി മന്ത്രി കസേരയിൽ തുടരുന്നതിൽ കോടതിക്ക് ആശങ്കയുണ്ട്.